അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് റഡാറിനെ പറ്റിയിട്ടാണ്. റഡാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം അറിയാം, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് റഡാറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണെന്ന് തന്നെ പറയാം. കമ്മ്യൂണിക്കേഷൻ ഓർ നാവിഗേഷൻ ടൂൾ ആണെന്ന് തന്നെ പറയാം. അതായത് നമുക്കിപ്പം ഒരു ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് അതിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ പറ്റി ഡിറ്റക്റ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഈ റഡാർ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. സോ റഡാറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പെക്യുലാരിറ്റി ഓഫ് റഡാർ ടെക്നോളജി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് അറ്റ് എനി വെതർ കണ്ടീഷൻ ഓർ എനി സ്റ്റാറ്റസ്. ഏതൊരു അവസ്ഥയിലും നമുക്ക് ഇതിനെ നാവിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെയിനി വെതർ ആണെങ്കിലും അല്ലെങ്കിൽ ഫോഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഡാർക്ക്നെസ് ആണെങ്കിലും അങ്ങനെ ഏതൊരു സിറ്റുവേഷൻസിലും ഒബ്ജക്റ്റിനെ നാവിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ റഡാർ ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റഡാർ ടെക്നോളജിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. അതായത് റേഡിയോ വേവ്സിനെ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ നമ്മൾ സ്പേസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യിക്കുന്നു. ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇഫ് ദർ ഇസ് എ ടാർജറ്റ് ഇൻ ദ സ്പേസ്, ആ സ്പേസിൽ ഒരു ടാർജറ്റ് ഉണ്ടെങ്കിൽ അത് വളരെ ദൂരെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു ടാർജറ്റ് അവിടെ ഉണ്ടെങ്കിൽ ഈ ടാർജറ്റിലേക്ക് ചെന്നിട്ട് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കൊളൈഡ് ചെയ്യുകയും എന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരികയും ചെയ്യുന്നു. റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മൾ എവിടെ നിന്നാണോ ട്രാൻസ്മിറ്റ് ചെയ്തത് ആ ഒരു ആൻറ്റിനയിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുന്നു. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒബ്ജക്റ്റിൽ തട്ടി ഇൻസിഡൻറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന ആ ഒരു വേവിനെ നമുക്ക് എക്കോസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബാക്ക് വേവുകൾ എന്ന് വിളിക്കാം. സോ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്, ഈ ആൻറ്റിന ഉപയോഗിച്ചിട്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ റിട്ടേൺ ചെയ്ത് വരുന്ന അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന എക്കോസിനെ നമ്മൾ റിസീവ് ചെയ്യുന്നു അറ്റ് ദ സെയിം പൊസിഷൻ. എവിടെ നിന്നാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ എക്കോസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ്, അത് നമ്മുടെ ആൻറ്റിന കാണപ്പെടുന്ന പൊസിഷനിൽ നിന്നും എത്ര ഹൈറ്റിലാണ് കാണുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇപ്പം എക്കോ വരുന്നുവെങ്കിൽ അവിടെ റിഫ്ലക്ഷൻ നടന്നിട്ടുണ്ട്. സോ നമ്മുടെ വേവ് ചെന്ന് കൊളൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ റിഫ്ലക്ഷൻ പോസിബിൾ ആകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ദർ ഈസ് ആൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു ടാർജറ്റ് അവിടെ നിൽക്കുന്നുണ്ടെന്ന്. ഇനിയിപ്പം ഈ നമുക്ക് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനൻ യൂസ് ചെയ്തിട്ട് ഈ ടാർജറ്റ് സ്റ്റഡി ആണോ അല്ലെങ്കിൽ മൂവ് ചെയ്യുകയാണോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടും പറ്റും. സോ റഡാർ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വളരെ വൈഡ്ലി സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ന്യൂ ടെക്നോളജിയാണ് നമുക്ക് പറയാം. സോ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ആണ് റഡാറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇറ്റ് ഗ്യാതേഴ്സ് information about distant object by sending electromagnetic wave towards a target and analyze the echo. Any radar system basically consists of a transmitter that generates electromagnetic waves. Electromagnetic waves were radiated by the antenna and incident on the target. The reflected echo is received by the antenna. So ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് റഡാർ ടെക്നോളജി എന്ന് അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു സംഗതി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ റഡാറിൻ്റെ പ്രത്യേകതകളാണ്, അതായത് നേച്ചർ ഓഫ് റഡാർ. സോ റഡാർ ടെക്നോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം അല്ലെങ്കിൽ ടെർമിനോളജി എന്ന് പറയുന്നത് റേഞ്ച് ആണ്, റേഞ്ച് ഓഫ് ദ റഡാർ. അതായത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ട്രാൻസ്മിറ്റർ ആൻഡ് ദ റിസീവർ ആയിരിക്കും. അതിപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ടി ആർ ഈസ് ദ ടൈം ടേക്കൺ. ടി ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈമായിട്ട് എടുക്കുകയാണ്. അതായത് ടു ട്രാവൽ ടു ആൻഡ് ബാക്ക് അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷന് വേണ്ടിയിട്ട് ആ വേവ് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമാണ് ടി ആർ എന്നിരിക്കട്ടെ. അതായത് നമ്മുടെ ട്രാൻസ്മിറ്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് പോകുന്നു, അവിടെ ചെന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു, ദെൻ തിരിച്ച് എങ്ങോട്ട് വരുന്നു, നമ്മുടെ റിസീവർ ആൻറ്റിനയിലേക്ക് തിരിച്ചു വരുന്നു. അതിനുവേണ്ടി എടുത്ത സമയമാണ് ടി ആർ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? വി നോ ദാറ്റ്, നമുക്കറിയാം അല്ലേ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. അതിപ്പോൾ നമുക്ക് ഒരു ജേർണിയിലുള്ള ഒന്നുകിൽ മുമ്പോട്ടുള്ള, അതായത് ഒന്നുകിൽ ട്രാൻസ്മിറ്റർ ടു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ടു റിസീവർ, ആ ഒരു സമയം മാത്രം അല്ലെങ്കിൽ ആ ഒരു ദൂരം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ടൈമിൻ്റെ പകുതി സമയമായിരിക്കും വേണ്ടി വരുന്നത്. സോ പിന്നെ മാത്രമല്ല ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയതുകൊണ്ട് സി ആയിരിക്കും വെലോസിറ്റി എന്ന് പറയുന്നത്. സോ വെലോസിറ്റി ഇൻറ്റു ടൈം വരുമ്പോഴത്തേക്ക് സി ഇൻറ്റു ടി ആർ ബൈ 2 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്, ആർ ഈക്വൽ ടു സി ടി ആർ ഡിവൈഡഡ് ബൈ 2. ഇനി ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന, ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ്, SI യൂണിറ്റ് ആണ്
ഇപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. സോ ആർ ഈസ് ദ റേഞ്ച്, ആർ ഈക്വൽ ടു സി ടി ആർ ബൈ 2. ടി ആർ എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ടേക്കൺ ആണ്. പിന്നെ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന മീറ്റർ യൂസ് ചെയ്യാറുണ്ട്, നോട്ടിക്കൽ മൈൽ യൂസ് ചെയ്യാറുണ്ട്, യാർഡ്, ഫീറ്റ്, അങ്ങനെ ഒരുപാട് യൂണിറ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എങ്കിലും ഇത്രയും ഒരു ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നോട്ടിക്കൽ മൈൽ ആയിരിക്കും നമ്മൾ റഡാർ ടെക്നോളജിയിൽ കൂടുതലും കേട്ടിട്ടുള്ളത്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റേഴ്സ് ആയിരിക്കും വരുന്നത്. സോ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജിയാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മാക്സിമം അൺഅംബിഗിയസ് റേഞ്ച് ആണ്. Echoes that arrive after the transmission of the next pulse are called second time around or multiple time around echoes. അതായത് ഇപ്പോൾ നമ്മുടെ റഡാർ ടെക്നോളജിയിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, നമുക്ക് എക്കോസിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അല്ലേ. സോ ട്രാൻസ്മിറ്ററിൽ നിന്ന് ഒരു വേവിനെ നമ്മൾ ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യിക്കുന്നു, ഒബ്ജക്റ്റിൽ ചെന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു, അവിടെ ചെന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന എക്കോസ് തിരിച്ച് നമ്മൾ റിസീവറിലേക്ക് റിസീവ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് റഡാർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു വേവിനെ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പൾസിനെ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ആ പൾസിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ആ പൾസ് മൂലം ഉണ്ടാവുന്ന എക്കോയെ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടേ എനിക്ക് അടുത്ത ഒരു പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായിരിക്കുമല്ലോ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർമെൻറ്റ് കിട്ടുന്നത് ആ ഒരു സമയത്തായിരിക്കും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഒരു ഓൺ ഗോയിങ് പൾസും ഒരു ബാക്ക് ഗോയിങ് പൾസും കൂടെ ഇൻ്റർഫിയർ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ അടുത്തൊരു പൾസ്, സെക്കൻഡ് പൾസ് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മുടെ ഫസ്റ്റ് പൾസിൻ്റെ എക്കോയിങ് എത്തത്തുള്ളൂ. അന്നേരം അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന പൾസുകളെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ടൈം അറൗണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈം അറൗണ്ട് എക്കോസ് എന്ന് പറയും, അല്ലെങ്കിൽ പൾസസ് എന്ന് പറയും. ഇനി എപ്പോഴാണ് ഈ സെക്കൻഡ് ടൈം അറൗണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈം അറൗണ്ട് എക്കോസ് ഉണ്ടാകുന്നത്? അന്നേരം അത് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, നമ്മുടെ ട്രാൻസ്മിറ്റർ ആൻറ്റിനയിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിന് അപ്പുറത്ത് കാണപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ അപ്പുറത്ത് കാണപ്പെടുന്ന ഒബ്ജക്റ്റിൽ നിന്ന് മാത്രമേ ഇങ്ങനെയുള്ള സെക്കൻഡ് ടൈം അറൗണ്ട് എക്കോസ് ഒറിജിനേറ്റ് ചെയ്യത്തുള്ളൂ. സോ ദ റേഞ്ച് ബിയോണ്ട് വിച്ച് ടാർഗറ്റ്സ് അപ്പിയർ ആസ് സെക്കൻഡ് ടൈം അറൗണ്ട് എക്കോസ് ഈസ് കോൾഡ് മാക്സിമം അൺഅംബിഗിയസ് റേഞ്ച്. അന്നേരം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ആ ഒരു മാക്സിമം റേഞ്ചിന്, അതിനപ്പുറത്തോട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസിന്, അതായത് സെക്കൻഡ് ടൈം അറൗണ്ട് എക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് മാക്സിമം അൺഅംബിഗിയസ് റേഞ്ച്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ RUN ഈക്വൽ ടു C ഇൻറ്റു TP/2. ഇനി ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ 2FP എന്ന് വിളിക്കാം. ഇവിടെ FP എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആയിരിക്കും. സോ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. മാക്സിമം അൺഅംബിഗിയസ് റേഞ്ച് എന്ന് പറയുന്നത് RUN ഈക്വൽ ടു C ഇൻറ്റു TP ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ 2FP. FP എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ പൾസ് ആണ്, നമ്മുടെ പൾസിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ FP കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റഡാർ ഇക്വേഷൻ ആണ്. ഏറ്റവും കൂടുതൽ തവണ essay വന്നിട്ടുള്ളതായിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ റഡാർ ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്, പക്ഷേ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനുമാണ് ഈ റഡാർ ഇക്വേഷൻ എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന റഡാർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സീംസ് ടു ബി വെരി ഈസി, പക്ഷേ ഇതൊരിക്കലും അഡിക്വേറ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ അല്ല. റഡാർ ടെക്നോളജീസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഈ നോക്കുന്ന റഡാർ ഇക്വേഷൻ വെച്ചിട്ട് പറ്റത്തില്ല. അതായത് ഒരുപാട് ഡീമെറിറ്റ്സ് ഉള്ള ഒരു ഇക്വേഷനാണ് നമ്മളിപ്പോൾ ഈ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷൻ. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ബേസിക് റഡാർ ഇക്വേഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഫോം ഓഫ് റഡാർ ഇക്വേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്നിട്ട് ഇതിനെ ഒരിക്കലും നമുക്കൊരു കംപ്ലീറ്റ് ഹോൾഡിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഒക്കെ വെച്ചിട്ട് കുറേ കോംപ്ലക്സ് അൽഗോരിതത്തിലൂടെ ആയിരിക്കും നമ്മളതിനെ ഒരു കംപ്ലീറ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. സോ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്ക് ജസ്റ്റ് എങ്ങനെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാം നമുക്ക് നോക്കാം. സോ റഡാർ ഇക്വേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദീസ് ഇക്വേഷൻ റിലേറ്റ് ദ റേഞ്ച് ഓഫ് ദ റഡാർ ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ട്രാൻസ്മിറ്റർ, റിസീവർ, ആൻറ്റിന, ടാർഗറ്റ് ആൻഡ് എൻവിയോൺമെൻറ്റ്. അതായത് നമ്മുടെ
റഡാറിൻ്റെ റേഞ്ച് നമുക്കിപ്പോൾ റഡാറിൻ്റെ ആ ഒരു എക്സ്പെരിമെൻ്റൽ അനാലിസിസിൽ നിന്ന് ആകെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത് ട്രാൻസ്മിറ്ററും ഒബ്ജക്റ്റും തമ്മിലുള്ള അകലമാണ്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലുള്ള ഒരു അകലം. സോ റേഞ്ചാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെ റേഞ്ച് നമുക്ക് കിട്ടുന്ന ഈ റേഞ്ചിനെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട്, അതായത് നമുക്ക് വേറെ മറ്റ് പല പല കാര്യങ്ങൾ അവിടെ കാണുമല്ലോ. അതായത് ഇപ്പോൾ ആൻറ്റിനയുടെ ഗെയിൻ എത്രയാണ്, അല്ലെങ്കിൽ ആൻറ്റിനയുടെ എഫിഷ്യൻസി എത്രയാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ആ റിസീവറിൻ്റെ പവർ എത്രയാണ്, അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന എൻവിയോൺമെൻറ്റ് ഏതാണ്, ഏത് മീഡിയത്തിലാണ് നമ്മൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് എൻവിയോൺമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ടൊക്കെ നമുക്ക് ഈ റേഞ്ചിനെ, അല്ലെങ്കിൽ നമ്മൾ ഈ റഡാറിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു വാല്യൂവിനെ റിലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ റഡാർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ നോട്ട് ജസ്റ്റ് ആസ് എ മീൻസ് ഫോർ ഡിറ്റർമിനിങ് ദ മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ദ റഡാർ ടു ദ ടാർജറ്റ്. അന്നേരം റഡാറും ടാർജറ്റും തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ റേഞ്ച് ഇക്വേഷനിലൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ബട്ട് ഇറ്റ് ക്യാൻ സെർവ് both as a tool for understanding radar operation and as a basis for radar design. സോ റഡാർ ഡിസൈന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആൻറ്റിനാസ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് റിസീവേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം, ഈ യൂസ് ചെയ്യുന്ന ആൻറ്റിനയുടെ പ്രത്യേകത എങ്ങനെയൊക്കെ ആയിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു റഡാർ ഇക്വേഷൻ അല്ലെങ്കിൽ റേഞ്ച് ഇക്വേഷൻ നമ്മളിതിനെ പറയാറുണ്ട്, റേഞ്ച് ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മളതിൻ്റെ ഡെറിവേഷനിലേക്ക് നോക്കുകയാണ്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്, ഇഫ് ദ പവർ ഓഫ് ദ റഡാർ ട്രാൻസ്മിറ്റർ ഈസ് ഡിനോട്ടഡ് ബൈ PT, ട്രാൻസ്മിറ്റർ പവർ PT ആണെങ്കിൽ, ആൻഡ് ഇഫ് ആൻ ഐസോട്രോപിക് ആൻറ്റിന ഈസ് യൂസ്ഡ്, ഐസോട്രോപിക് ആൻറ്റിന എന്ന് പറഞ്ഞാൽ ആ ഒരു ആൻറ്റിനയിൽ നിന്ന് എല്ലാ ദിശയിലും ഒരേ ലെവൽ ഓഫ് പവർ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ ഡയറക്ഷനിലും ട്രാൻസ്മിറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആൻറ്റിനയെ വിളിക്കുന്ന പേരാണ് ഐസോട്രോപിക് ആൻറ്റിന. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൺ വിച്ച് റേഡിയേറ്റ്സ് യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലും ഒരേപോലെ റേഡിയേറ്റ് ചെയ്യുന്ന ഒരു ആൻറ്റിനയെ വിളിക്കുന്ന പേരാണ് ഐസോട്രോപിക് ആൻറ്റിന. അങ്ങനെ ഒരു ഐസോട്രോപിക് ആൻറ്റിനയുടെ പവർ, ട്രാൻസ്മിറ്റർ പവർ എന്ന് പറഞ്ഞാൽ PT ആണെങ്കിൽ, ദ പവർ ഡെൻസിറ്റി at a distance r from the radar is equal to the transmitter power divided by the surface area of an imaginary sphere of radius r. So നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ആൻറ്റിനയുടെ പവർ ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം പവർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പവർ റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ഏരിയയിൽ എമിറ്റ് ചെയ്യുന്ന പവറിൻ്റെ അളവിനെയാണ് നമ്മൾ പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഐസോട്രോപിക് ആൻറ്റിനയുടെ പവർ ഡെൻസിറ്റി PT ആണ്. ഇനി ഇത് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇടിക്കുമല്ലോ, അന്നേരം ആ ഒരു ടാർജറ്റ് എന്ന് പറഞ്ഞാൽ r ഡിസ്റ്റൻസ് അകലെയാണ്. അന്നേരം ആ ടാർജറ്റ് ഉൾക്കൊള്ളുന്ന ആ ഒരു ഭാഗത്തെ ഞാനൊരു സ്പിയർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ആ സ്പിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണെങ്കിൽ പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത് PT ഡിവൈഡഡ് ബൈ 4πr² ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ 1.3 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ് PT ഡിവൈഡഡ് ബൈ 4πr². ഇനി radar employ directive antenna to channel or direct the radiated power PT into some particular direction. ഇപ്പോൾ നമ്മളിപ്പോൾ ഐസോട്രോപിക് ആൻറ്റിനയുടെ കാര്യമാണ് പറഞ്ഞത്, പക്ഷേ ഒരു റഡാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മാത്രമായിരിക്കും ചിലപ്പം ഈ വേവിനെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും ഐസോട്രോപിക് ആൻറ്റിനയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ഡയറക്റ്റീവ് ആൻറ്റിനകളെ പറ്റി ഡിസ്കസ് ചെയ്യണം. ഡയറക്റ്റീവ് ആൻറ്റിന എന്ന് പറയുന്നത് ഒരു ദിശയിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. The gain G of an antenna is a measure of the increased power radiated in the direction of the target as compared with the power that would have been radiated from an isotropic antenna. അന്നേരം ഒരു ഐസോട്രോപിക് ആൻറ്റിനയിൽ നിന്ന് എമിറ്റ് ചെയ്ത ആ ഒരു വേവ്, അതിൻ്റെ പവറിൻ്റെ എത്ര ഭാഗമാണ് ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഡയറക്ഷനിലേക്ക് പോയത് എന്നുള്ളത് കാണിക്കുന്ന ആ ഒരു അളവിനെയാണ് നമ്മൾ ഗെയിൻ G കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻറ്റിന ഗെയിൻ എന്ന് പറയുന്നത് ഐസോട്രോപിക് ആൻറ്റിനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം പവറാണ് ഒരു സ്പെസിഫിക് ഡയറക്ഷനിലേക്ക് പോയതെന്നായിരിക്കും നമുക്ക് തരുന്നത്. It may be defined as the ratio of the maximum radiation intensity from the subject antenna to the radiation intensity from a lossless isotropic antenna with the same power input. അന്നേരം നമുക്ക് അത് എന്തിൻ്റെയൊക്കെ റേഷ്യോ ആയിട്ട് എടുക്കാം? ഈ ഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പെസിഫിക് ഡയറക്ഷനിലുള്ള പവർ ഡിവൈഡഡ് ബൈ ഒരു ഐസോട്രോപിക് ആൻറ്റിനയിൽ നിന്ന് പോകുന്ന പവർ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു G
ഗെയിൻ ഉള്ള ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിൽ നിന്ന്, അതായത് ഒരു ഡയറക്റ്റീവ് ആൻറ്റിനയിൽ നിന്ന് വരുന്ന പവർ ഡെൻസിറ്റി എത്രയായിരിക്കും അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ടോട്ടൽ പവറിനെ ഈ ഗെയിൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടോട്ടൽ പവർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ PT ഡിവൈഡ് ബൈ 4πr² ആയിരുന്നു. ഇത് ഫ്രം ആൻ ഐസോട്രോപിക് ആൻറ്റിന ഇൻറ്റു ജി എന്ന് പറയുന്നത് ഗെയിൻ ആയിരിക്കും. സോ PTG ഡിവൈഡഡ് ബൈ 4πr² എന്ന് പറയുന്നതാണ് നമ്മുടെ റഡാർ ആൻറ്റിനയുടെ പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. കാര്യം അതൊരു ഡയറക്റ്റീവ് ആൻറ്റിന ആയതുകൊണ്ട്. ഇനി the target intercept a portion of the incident power and radiate it in various directions. സോ നമ്മളിപ്പോൾ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ സിംഗിൾ ഡയറക്ഷൻ മാത്രം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ മാത്രമുള്ള പവർ ഡെൻസിറ്റിയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് വേവിൻ്റെ, ഇപ്പം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത പവർ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത ആ ഒരു എനർജി ഒരു ടാർഗറ്റിൽ ചെന്ന് ഇൻസിഡൻറ്റ് ചെയ്താൽ ദർ ഷുഡ് ബി ആൻ എക്കോ, അവിടെ ഒരു എക്കോ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ദ മെഷർ ഓഫ് ദ എമൗണ്ട് ഓഫ് ഇൻസിഡൻറ്റ് പവർ ഇന്റർസെപ്റ്റഡ് ബൈ ദ ടാർഗറ്റ് ആൻഡ് ദ re-radiated back in the direction of the radar is denoted as the radar cross-section sigma and is defined by the relation. അന്നേരം നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്ത പവർ അല്ലെങ്കിൽ എനർജി ചെന്ന് നമ്മുടെ ഒബ്ജക്റ്റിൽ തട്ടി എന്നിട്ട് റേഡിയേറ്റ് ചെയ്യാണ്. എങ്ങോട്ട് തന്നെ? റഡാർ ആൻറ്റിനയുടെ അതേ ഡയറക്ഷനിലേക്ക് റേഡിയേറ്റ് ചെയ്യാണ്. ഈ റേഡിയേറ്റ് ചെയ്യുന്ന അളവ് അല്ലെങ്കിൽ ആ ഒരു പവർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ റഡാർ ക്രോസ് സെക്ഷൻ സിഗ്മ. റഡാർ ക്രോസ് സെക്ഷനെ ആയിരിക്കും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്കോ സിഗ്നലിൻ്റെ പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു PTG ഡിവൈഡഡ് ബൈ 4πr² ഇൻറ്റു സിഗ്മ ഡിവൈഡഡ് ബൈ 4πr². അന്നേരം PTG ബൈ 4πr² എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ സെൻഡ് ചെയ്ത ആ ഒരു പവർ ഡെൻസിറ്റിയാണ്. ഈ ടോട്ടൽ സെൻഡ് ചെയ്ത പവർ ഡെൻസിറ്റിയിൽ കുറച്ച് ഭാഗം മാത്രമായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആരെയും കൂടെ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ റഡാർ ക്രോസ് സെക്ഷൻ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ സിഗ്മ ഡിവൈഡഡ് ബൈ 4πr² വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്കോ സിഗ്നലിൻ്റെ പവർ ഡെൻസിറ്റി കിട്ടും. അതായത് എക്കോ സിഗ്നലിൻ്റെ പവർ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ പവർ ഡെൻസിറ്റി ഇൻറ്റു സിഗ്മ ഡിവൈഡഡ് ബൈ 4πr². ദ റഡാർ ക്രോസ് സെക്ഷൻ ഹാസ് units of area. It is a characteristics of the particular target and is a measure of its size as seen by the radar. റഡാർ വെച്ച് നമ്മൾ സ്കാൻ ചെയ്തെടുക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ് കാണിക്കുന്ന സംഗതിയാണ് ഈ സിഗ്മ എന്ന് പറയുന്നത്. ദ റഡാർ ആൻറ്റിന ക്യാപ്ചേഴ്സ് എ പോർഷൻ ഓഫ് ദ എക്കോ പവർ ഇഫ് ദ എഫക്റ്റീവ് ഏരിയ ഓഫ് ദ റിസീവിംഗ് ആൻറ്റിന ഈസ് ഡിനോട്ടഡ് ബൈ AE. ദ പവർ PR റിസീവ്ഡ് ബൈ ദ റഡാർ ഈസ്. അന്നേരം ഇപ്പോൾ എക്കോ സിഗ്നലിൻ്റെ പവർ ഡെൻസിറ്റി നമ്മൾ പറഞ്ഞു. ഇനി ഈ പവർ ഡെൻസിറ്റിയിൽ എത്രമാത്രം പവറാണ് നമ്മുടെ റിസീവിംഗ് ആൻറ്റിന അബ്സോർബ് ചെയ്യുന്നത്, അതെന്നൊരു എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മുടെ റിസീവിംഗ് ആൻറ്റിനയുടെ ഏരിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റിസീവിംഗ് ആൻറ്റിനയ്ക്ക് കുറേ നന്നായിട്ട് ഒരു സ്കാനിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരുപാട് പവറിനെ അത് അബ്സോർബ് ചെയ്യും. ഇല്ല എങ്കിൽ അത്ര തന്നെ പവറിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ AE എന്ന് പറയുന്ന റിസീവിംഗ് ആൻറ്റിനയുടെ എഫക്റ്റീവ് ഏരിയയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ റിസീവിംഗ് പവർ നമുക്ക് ഡെലിവറബിൾ ആയിട്ടുള്ളത്. സോ PR ഈക്വൽ ടു PTG ഡിവൈഡ് ബൈ 4πr² ഇൻറ്റു സിഗ്മ ബൈ 4πr². ഇപ്പോൾ എന്തായിരുന്നു? നമ്മുടെ എക്കോ സിഗ്നലിൻ്റെ പവർ ഡെൻസിറ്റി ആയിരുന്നു. സോ ഇത്രയും പവർ ഡെൻസിറ്റിയിൽ നമുക്ക് എത്രമാത്രം കിട്ടി? ആ പവർ എങ്ങനെ കണ്ടുപിടിക്കാം? പവർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പവർ ഡിവൈഡ് ബൈ ഏരിയ ആണല്ലോ. സോ പവർ ഈക്വൽ ടു ഏരിയ ഇൻറ്റു പവർ ഡെൻസിറ്റി ആയിരിക്കും. അതിപ്പോൾ പവർ ഡെൻസിറ്റി നമ്മൾ പറഞ്ഞു. ഈ പവർ ഡെൻസിറ്റിയുടെ കൂടെ നമ്മുടെ റിസീവിംഗ് ആൻറ്റിനയുടെ ഏരിയ AE മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ PTG AE സിഗ്മ ഡിവൈഡഡ് ബൈ പിന്നെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് 4π² ഇൻറ്റു r⁴. സോ ഇതാണ് നമ്മുടെ റിസീവിംഗ് പവർ എന്ന് പറയുന്നത്. ട്രാൻസ്മിറ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ PT ബൈ 4πr² ആയിരുന്നു ട്രാൻസ്മിറ്റിംഗ് പവർ ഡെൻസിറ്റി. ആ ട്രാൻസ്മിറ്റിംഗ് പവർ ഡെൻസിറ്റിയുടെ ഒരു പോർഷൻ മാത്രമേ നമുക്ക് റിസീവിംഗ് പവറായിട്ട് ലഭിക്കത്തുള്ളൂ. സോ നമുക്കിവിടെ ഇവിടുന്ന് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ PR നോട്ട് ഈക്വൽ ടു PT അല്ലേ. സോ PT എന്ന് പറയുന്ന PT കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്കോ സിഗ്നലായിട്ട് കിട്ടുന്നില്ല. അതിൻ്റെ വളരെ കുറഞ്ഞൊരു പോർഷൻ മാത്രമായിരിക്കും നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി the maximum radar range Rmax is the distance beyond which the target cannot be detected. അന്നേരം ഈ Rmax എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസിന് അപ്പുറത്തോട്ടുള്ള ടാർഗറ്റുകളെ ഒന്നും നമുക്ക് ഈ റഡാർ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ റിസീവ്ഡ് എക്കോ സിഗ്നൽ ഓഫ് പവർ PR just equal the minimum detectable signal
എസ് മിനിമം. അന്നേരം ഈ ആർ മാക്സിൽ പ്രത്യേകത എന്താണ്? ആർ മാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 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 ക്രിട്ടിക്കൽ ലൈനാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും ഡിറ്റക്ഷൻ പറ്റില്ല, ഒരു ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ആർ മാക്സിൽ തന്നെ, ആർ മാക്സ് എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ തന്നെ ഒരു ഒബ്ജക്റ്റ് കാണപ്പെട്ട വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന പവർ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. സോ അതിനെ നമുക്ക് എസ് മിനിമം എന്ന് വിളിക്കാം. അതായത് നമ്മൾ റിസീവ് ചെയ്യുന്ന ഈ പി ആർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പി ആർ ആയിരുന്നു നമ്മുടെ റിസീവിംഗ് പവർ എന്ന് പറയുന്നത്. ഈ റിസീവിംഗ് പവർ ഷുഡ് ബി മിനിമം അറ്റ് എവിടെ വരുമ്പോഴത്തേക്ക് അത് മിനിമം ആവണം? ആർ മാക്സ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റ് ആർ മാക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലാണ് കാണപ്പെടുന്നതെങ്കിൽ നമ്മുടെ പവർ പി ആർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അതിനെ നമ്മൾ എസ് മിനിമം, മിനിമം ഡിറ്റക്റ്റബിൾ സിഗ്നൽ എസ് മിനിമം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമുക്ക് പി ആറിന് പകരം എസ് മിനിമം കൊടുക്കാം, ആറിന് പകരം ആർ മാക്സ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആർ മാക്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാണ്. ആർ മാക്സ് ദ ഹോൾ റേസ് ടു 4 ആയതുകൊണ്ട് ആർ മാക്സ് എന്ന് പറയുമ്പോൾ റേസ് ടു 1/4 വരുന്നുണ്ട്. ആർ മാക്സ് ഈക്വൽ ടു പി ടി ജി എ ഇ സിഗ്മ ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ സ്ക്വയർ എസ് മിനിമം ദ ഹോൾ റേസ് ടു 1/4. സോ this is the equation for maximum radar range. This is the fundamental form of radar equation. Note that the important antenna parameters are the transmitting gain and the receiving effective area. അന്നേരം ട്രാൻസ്മിറ്റിംഗ് ഗെയിൻ, നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആൻറ്റിനയുടെ ഗെയിൻ ജി നമ്മളിവിടെ പറയുന്നുണ്ട്. അതേപോലെ എ ഇ എന്ന് പറയുന്നത് നമ്മുടെ റിസീവർ ആൻറ്റിനയുടെ എഫക്റ്റീവ് ഏരിയ ആണ്. സോ രണ്ട് ആൻറ്റിനാസിൻ്റെയും ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു റിലേഷനാണ് ഈ റഡാർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ആൻറ്റിന തിയറി ഗീവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ട്രാൻസ്മിറ്റിംഗ് ഗെയിൻ ആൻഡ് ദ റിസീവിംഗ് എഫക്റ്റീവ് ഏരിയ ഓഫ് ആൻ ആൻറ്റിന ആസ് ജി ഈക്വൽ ടു 4 എ ഇ ബൈ ലാംഡ സ്ക്വയർ. നമ്മുടെ നിങ്ങൾ പഴയ സെമ്മിലൊക്കെ ആൻറ്റിനാസ് പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് ആൻറ്റിന ഗെയിൻ എന്ന് പറയുന്നത് 4 ഇൻറ്റു ഏരിയ ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ. ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻറ്റിനയിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആയിരിക്കും. സോ radar generally use the same antenna for both the transmission and the reception. അതായത് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും നമ്മൾ ഒരു ആൻറ്റിന ആയിരിക്കും റഡാറിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇക്വേഷനെ നമ്മുടെ തൊട്ട് മുമ്പത്തെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതായത് എ ഇക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. സോ എ ഇ എന്ന് പറഞ്ഞാൽ ജി ലാംഡ സ്ക്വയർ ബൈ 4 എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ മാക്സ് ഈക്വൽ ടു പി ടി ജി സ്ക്വയർ ലാംഡ സ്ക്വയർ സിഗ്മ ബൈ 4 ദ ഹോൾ ക്യൂബ് എസ് മിനിമം ദ ഹോൾ റേസ് ടു 1/4 എന്ന് വരും. അത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോഴത്തേക്ക്, അതായത് ജിക്ക് വീണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ആർ മാക്സ് ഈക്വൽ ടു പി ടി എ ഇ സ്ക്വയർ സിഗ്മ ഡിവൈഡ് ബൈ 4 ലാംഡ സ്ക്വയർ എസ് മിനിമം ദ ഹോൾ റേസ് ടു 1/4 എന്നായിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് ഇവിടെ 3 ബേസിക് ഇക്വേഷൻ കിട്ടി. ഒന്ന് ആർ മാക്സ് ഇൻ ടേംസ് ഓഫ് എ ഇ, 2 ആർ മാക്സ് ഇൻ ടേംസ് ഓഫ് ജി, 3 ആർ മാക്സ് ഇൻ ടേംസ് ഓഫ് എ ഇ ആൻഡ് ലാംഡ. എ ഇയും ലാംഡയും ചേരുന്ന ഒരു ഇക്വേഷൻ. അന്നേരം എ ഇ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടി, ജിയും എ ഇയും വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ, രണ്ടാമത്തത് ജിയും ലാംഡയും വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ, 3 എ ഇയും ലാംഡയും വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ. These three forms illustrate the need to be careful in the interpretation of the radar equation. അതായത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ, ഈ എല്ലാ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, ജിയും എ ഇയും ആണ് പറഞ്ഞിരുന്നതെന്ന്. ഇപ്പോൾ ഈ 1.9 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ജി ഉണ്ട്, ലാംഡ ഉണ്ട്. അതായത് നമുക്ക് ഏത് തരത്തിലുള്ള വേവ് ലെങ്തിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ വെതർ കണ്ടീഷനിൽ നമുക്ക് റഡാർ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി, അതായത് ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം 1.9 ആൻഡ് 1.10. സോ ഇതിനെയാണ്, ഈ ഇക്വേഷൻസിനെയാണ് നമ്മൾ റഡാർ റേഞ്ച് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ വളരെ ഇമ്പോർട്ടൻറ്റുമാണ് ഇക്വേഷൻ, അത് നോക്കണം. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു ഈ റഡാർ ഇക്വേഷന് കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ പ്രഡിക്ഷൻ ഓഫ് റേഞ്ച് പെർഫോമൻസ്, നമ്മൾക്ക് റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാം. രണ്ടാമത്തത് മിനിമം ഡിറ്റക്റ്റബിൾ സിഗ്നൽ നമുക്ക് അറിയാനായിട്ട് പറ്റും അല്ലേ, എസ് മിനിമത്തിൻ്റെ വാല്യൂ. ദ വീക്കസ്റ്റ് സിഗ്നൽ ദ റിസീവർ ക്യാൻ ഡിറ്റക്ട് ഈസ് കോൾഡ് ദ മിനിമം ഡിറ്റക്റ്റബിൾ സിഗ്നൽ. സോ നമുക്ക് ഈ എസ് മിനിമത്തിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സംഗതി എന്ന് പറഞ്ഞാൽ ഡോപ്ലർ എഫക്റ്റ് ആണ്. ഡോപ്ലർ എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്
അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മേ ബി റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ മൂവ് ചെയ്യുകയായിരിക്കും ടാർജറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ മൂവിങ് ടാർജറ്റ് ആണോ അല്ലെങ്കിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റിസീവറിന് ആ റിസീവിങ് സിഗ്നലിന് ഡിലേ ഉണ്ടാവാം. അതായത് അറിയാലോ ആ ടൈം ഡിലേ ഉണ്ടാവും. ടൈമിനനുസരിച്ച് പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് എക്കോസിന് ഡിലേ സംഭവിക്കാം. അന്നേരം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മൾ ചില പ്രത്യേക തരത്തിലുള്ള കുറച്ചും കൂടെ മോഡേൺ ടെക്നിക്സ് ഉള്ള റഡാർസിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ പൾസ്ഡ് ഡോപ്ലർ റഡാർ, കണ്ടിന്യൂസ് വേവ് റഡാർ പോലെയൊക്കെയുള്ളവരിൽ നമുക്ക് ഈ ഡോപ്ലർ എഫക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് വെൽ നോൺ in the field of optics and acoustics that if either the source of oscillation or the observer of the oscillation is in motion, an apparent shift in frequency will result. This is the Doppler effect and is the basis of a continuous wave radar. ഒരു continuous wave radarന്റെ basic principle എന്ന് പറയുന്നത് ഡോപ്ലർ എഫക്റ്റ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡോപ്ലർ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനായിട്ട്, പക്ഷെ അത് ഒരു എസ്സേ പാർട്ടായിട്ടൊന്നുമില്ല, വളരെ സ്മോൾ ഡെറിവേഷൻ ആണ്, അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോപ്ലർ ഷിഫ്റ്റ് ഡെറൈവ് ചെയ്യാനായിട്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഡോപ്ലർ ഷിഫ്റ്റ് ഡെറൈവ് ചെയ്യാം എന്നുള്ളത്. ഇഫ് r is the distance from the radar to the target, the total number of wavelength lambda contained in the two-way path between the radar and the target is 2r by lambda. അപ്പോൾ r ആണ് നമ്മുടെ റഡാറും ടാർജറ്റും തമ്മിലുള്ള അകലം. റഡാർ മുതൽ ടാർജറ്റ് വരെയുള്ള അകലം എന്ന് പറയുന്നത് 6 ആണെന്നിരിക്കട്ടെ. ഇനി റഡാറിൽ നിന്ന് ടാർജറ്റിലേക്ക് വേവ് പോകുന്നു, അത് റിഫ്ലക്റ്റ് ചെയ്ത് എക്കോ ആയിട്ട് തിരിച്ച് ടാർജറ്റിൽ നിന്ന് റഡാറിലേക്കും വരുന്നുണ്ട്. അതായത് ഒരു 2-way പാത്ത് ആണെന്ന് പറയാമല്ലോ. ഇനി ഒരു തവണയുള്ള അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു വേവിൻ്റെ വേവ് ലെങ്ത് ലാംഡയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് 2r by lambda ആയിരിക്കും. So the distance r and the wavelength lambda are assumed to be measured in the same unit. Since one wavelength corresponds to an angular excursion of 2 pi radian, അതിപ്പോൾ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത് 2 pi റേഡിയനെ സൂചിപ്പിക്കുകയാണെങ്കിൽ, ഒരു ക്രസ്റ്റ് മുതൽ ഒരു ട്രഫ് വരെയുള്ള ആ ഒരു ദൂരം 2 pi റേഡിയനെ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ആംഗുലാർ എക്സ്കർഷൻ എന്ന് പറയുന്നത് ഫൈ, ടോട്ടൽ ആംഗുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 4 pi r by lambda ആയിരിക്കും. 2r by lambda into 2 pi വരും. സോ 4 pi r by lambda റേഡിയൻ ആയിരിക്കും നമ്മുടെ ടോട്ടൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇഫ് ദ ടാർജറ്റ് ഈസ് ഇൻ മോഷൻ, നമ്മുടെ ടാർജറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ r ആൻഡ് ദ ഫേസ് ഫൈ ആർ കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ നമ്മൾ ടാർജറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആറിൻ്റെ വിലയും അതേപോലെ ഫേസും കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. So this is the Doppler angular frequency omega d given by, നമുക്ക് ഈ Doppler angular frequency എങ്ങനെ കണ്ടുപിടിക്കാം? omega d equal to 2 pi f. omega equal to 2 pi f ആണ്. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ, d∅dt ആണല്ലോ. സോ ഞാൻ അതിനെ ഫൈയുടെ വില എന്ന് പറയുന്നതിനെ ഞാൻ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ 4 pi ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 4 pi by lambda into dr by dt എന്ന് കിട്ടുന്നു. dr by dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, നമ്മുടെ സാധാരണ വെലോസിറ്റി ആണ്. സോ 4 pi by lambda into vr, dr by dt പകരം ഞാൻ എന്ത് കൊടുത്തു? vr എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒമേഗ ഡി ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 4 pi vr ഡിവൈഡ് ബൈ ലാംഡ. ഇവിടെ എഫ് ഡി എന്ന് പറയുന്നത് ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റ്, വി ആർ എന്ന് പറയുന്നത് റേഡിയൽ വെലോസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ ടാർജറ്റ് വിത്ത് റെസ്പെക്ട് ടു റഡാർ. നമ്മുടെ റഡാർ റെസ്റ്റിലായിരിക്കും, പക്ഷേ ടാർജറ്റ് മൂവ് ചെയ്യുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഫൈയുടെ വില കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ടൈമിനനുസരിച്ച് ഫൈ മാറുന്നതുകൊണ്ട് d∅dt കണ്ടുപിടിക്കാം. ആ ഫൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒമേഗ ഡി ഈക്വൽ ടു 4 pi vr by lambda എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോപ്ലർ ഷിഫ്റ്റ് എന്ത് വരും? ഒമേഗ ഡി ബൈ 2 pi വരും അല്ലേ? ചെയ്യുമ്പോഴത്തേക്ക് എഫ് ഡി ചെയ്ത് നോക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എഫ് ഡി ഈക്വൽ ടു 2 vr by lambda നമുക്ക് കിട്ടി. ഇനി 2 vr f0 by c, കാര്യം നമുക്ക് ന്യൂ ഈക്വൽ ടു സി ലാം ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലാംഡയ്ക്ക് പകരം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലാംഡ ഈക്വൽ ടു എഫ് ബൈ സി ലാംഡ ഈക്വൽ ടു സി ബൈ എഫ് ആയതുകൊണ്ട് 1 by lambda ഈക്വൽ ടു എഫ് ബൈ സി ആണ്.
സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2VR_f0 ഡിവൈഡ് ബൈ സി എന്ന് കിട്ടി. f0 എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് ഫ്രീക്വൻസി. ഇവിടെ എഫ് ഡി എന്ന് പറയുന്നത് ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ മൂവ്മെന്റ് മൂലം, നമ്മുടെ ടാർജറ്റിന്റെ മൂവ്മെന്റ് മൂലം ഉണ്ടായിട്ടുള്ള ഫ്രീക്വൻസിയാണ് എഫ് ഡി എന്ന് പറയുന്നത്. f0 എന്ന് പറയുന്നത് ഞാൻ സെൻഡ് ചെയ്യുന്ന വേവിന്റെ ഫ്രീക്വൻസിയാണ് f0 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് ഡി ഈക്വൽ ടു 2VR_f0/c ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് സീൻ്റെ ഒക്കെ വില കൊടുക്കാം. സീൻ്റെ ഒക്കെ വില കൊടുക്കുകയാണെങ്കിൽ എഫ് ഡി ഈക്വൽ ടു 1.03 VR/λ എന്നായിരിക്കും കിട്ടുന്നത്. സോ ഇതിനെയാണ് നമ്മൾ നമ്മുടെ ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. റഡാർ ഡോപ്ലർ ഷിഫ്റ്റ് എഫ് ഡി ഈക്വൽ ടു 2VR_f0/c. ഇത് ഒരു എസ്സേയുടെ ഒരു പാർട്ടായിട്ട് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് പൾസ് ഡോപ്ലർ റഡാറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. സോ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, ഇത് നോക്കിക്കോളുക.